നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം അറിയും. നമുക്കൊരു അടിപൊളി ബസ് സ്റ്റോപ്പ് ഉണ്ട്. പറളി പഞ്ചായത്തിലെ മാണ്ടേക്കാട് ബസ് സ്റ്റോപ്പ്. ഏകദേശം 10-50 വർഷത്തോളം ആയിട്ടുണ്ടാവും അത് ഈ ബസ് സ്റ്റോപ്പ് പണിതിട്ട്. അതിൽ ചെറിയൊരു ഇതുവരെ യാതൊരു ഒരു കേട് വീഴ്ചയോ ഒരു ചോർച്ച പോലും ഒന്നുമില്ല. അത് ചെറുതായിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും പൊതുപ്രവർത്തകരും ചേർന്നിട്ട് പണം പിരിച്ചിട്ട് അതൊരു പുതുക്കി പണിതു. അതിലിപ്പോൾ വൈഫൈ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഫാന്, സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള വേറൊരു സ്ഥലം, പുരുഷന്മാർക്ക് എല്ലാ സിസ്റ്റവും ഉണ്ട്. ഇത് കേരളത്തിൽ നമ്പർ 1 ബസ് സ്റ്റോപ്പാണ്. ഇതെല്ലാം ഈ ബസ് സ്റ്റോപ്പ് നമ്മൾ ഇന്ത്യയിൽ തന്നെ മാതൃകയാക്കണം. ബസ് സ്റ്റോപ്പ് അടിപൊളി ബസ് സ്റ്റോപ്പ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മാതൃകയാക്കണം ഉണ്ടായിട്ടില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു. ആ ബസ് സ്റ്റോപ്പിൻ്റെ വീഡിയോ കാണാം. അയ്യേ വൈകുന്നേരത്തിനാക്കി 5 മണിക്കാക്കി ഞാൻ ബിരിയാണിയെങ്കിലും ഒന്നാണ്. കണ്ടില്ലേ, ഇതാണ് ബസ് സ്റ്റോപ്പ്. കണ്ടില്ല, അടിപൊളിയല്ലേ? ഇവിടെ ഇതുവരെ ഇങ്ങനത്തെ ബസ് കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരും. എന്താ സുഹൃത്തുക്കളെ, ഈ ഏകദേശം 1-1.5 വർഷത്തോളമായി ഈ അവസ്ഥയിൽ. ഈ പൊളിഞ്ഞ അവസ്ഥ വന്നിട്ട് ഏകദേശം 5-8 മാസമായിട്ടുണ്ടാവും. ഇതിന് മുന്നേ ഈ പൊളിഞ്ഞ അവസ്ഥ ഉണ്ടായിട്ട് ഇതുവരെ ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർമാർക്കോ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട വാർഡ് മെമ്പർമാർ അവരുടെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. ജയിപ്പിച്ച് എത്ര വാർഡ് മെമ്പർ ജയിച്ചു, എന്നിട്ട് ഇതിനൊരു പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ ഇതുവരെ നിങ്ങൾക്കൊന്നും ആയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അപ്പോൾ അവരെങ്കിലും ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണ്ടേ? ഇപ്പോൾ ഇതിൽ ജയിപ്പിച്ച ഇപ്പോൾ പറളി പഞ്ചായത്തിൽ ഭരണപക്ഷത്തിന് ആ മെമ്പർമാർക്ക് അവരുടെ MLA ശ്രദ്ധയിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ MP ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എത്ര കാലമായി നിങ്ങളൊന്നും കാണുന്നില്ല. പ്രവർത്തകരെ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറൊന്നും കാണുന്നില്ല. വളരെ കഷ്ടമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ പൊളിക്കാനുള്ള ഫണ്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ ഇതെത്ര വലിയ കാര്യമാണ്. ഹരിതകർമ്മസേന കൊണ്ട് എല്ലാ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും 50 രൂപ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് സ്റ്റോപ്പ് പുതുക്കി പണിയാൻ നിങ്ങൾക്ക് എത്ര താമസം ഉണ്ടാകും? അപ്പോൾ നിങ്ങളുടെ MLA ശ്രദ്ധപ്പെട്ട നിങ്ങൾക്ക് എത്ര താമസം ഉണ്ടാകും? അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് MP ശ്രീ വീകണ്ഠൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് കോൺഗ്രസ് പൊതുപ്രവർത്തകർക്കോ മെമ്പർമാർക്കോ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇതൊക്കെ കാണുന്ന എന്താ കഷ്ടം. നിങ്ങൾക്ക് ഇതൊന്നും കാണുന്നില്ലേ? മെമ്പർ ശ്രദ്ധപ്പെടുന്നില്ല. മെമ്പർ ഇതെല്ലാം വളരെ കഷ്ടമാണത്. ഇനി ഇക്കാലത്ത് എപ്പോഴെങ്കിലും ശരിയാക്കും ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ചിട്ട്? അതോ കേരള ലോട്ടറി പോലെ നാളെ നീളെ എന്ന് പറഞ്ഞ് നടക്കും? എന്തായാലും ഇത്രയും നല്ല ബസ് സ്റ്റോപ്പ് ഇന്ത്യയിൽ തന്നെ മാതൃകയാണ്. അടിപൊളി ബസ് സ്റ്റോപ്പ്. അത് ഒന്നുമില്ലല്ലോ. കണ്ടില്ലേ, മഴ കൊള്ളില്ല, വൈഫൈ സിസ്റ്റം, ഫാന് എല്ലാം ഉണ്ട്. അടിപൊളി ബസ് സ്റ്റോപ്പ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡ് വെക്കാനും സെപ്പറേറ്റ് വേറെ സ്ഥലം. ഇതൊക്കെ ഇതിവിടെ കിട്ടില്ല. അടിപൊളി സ്ഥലമാണ്. എന്തായാലും അത് സമ്മതിച്ചു മെമ്പർമാരതെല്ലാം. സൂപ്പർ സ്ഥലമാണത്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇതൊരു മാതൃകയാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ ബസ് സ്റ്റോപ്പ് മാതൃകയാകട്ടെ അല്ലേ? വളരെ കഷ്ടമാണ്. മോശം ഇതെല്ലാം, വളരെ മോശമല്ല. ഇനി മറ്റൊരു ദിവസം വേറൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.